നമസ്കാരം. വീണ്ടും ഒരു ഗ്രഹനില നീചഭംഗവും കേസരി യോഗവും കൂടി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ചില സംശയങ്ങളാണ്. അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഇതൊരു വേദിയായിട്ട് എടുക്കാം എന്ന് കരുതുന്നു. ഏറ്റവും നല്ല ഒരു ഗ്രഹനിലയാണ് 17/1/97 ജനിച്ച ഒരു പുരുഷ ജാതകം. 11:49 AM ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. 8/8/13. എൻ്റെ ഒരു ജ്യോതിഷ സ്റ്റുഡൻറ്റിൻ്റെ മകൻ കൂടിയാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു ജാതകമായിട്ട് എനിക്ക് തോന്നി. ലഗ്നം മീനലഗ്നം. ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഗ്രഹനിലയ്ക്കൊക്കെ മീനലഗ്നത്തിന് ഒരു ബന്ധം വരുന്നുണ്ട്. മീനലഗ്നത്തിന് ഒരു ബന്ധം വരുമ്പോഴും പണ്ഡിത രാശി എന്നുള്ള ഒരു കണക്ഷനും കൂടി ആ ലഗ്നത്തിന് പറയുന്നുണ്ട്. ഒരു സാത്വികത ഏറിയിരിക്കുന്ന ഒരു രജോ സത്വഗുണ പ്രാധാന്യമുള്ള ഒരു ഗ്രഹനിലയും കൂടെ രാശിയും കൂടിയാണ് ആ മീനരാശി. അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് പെട്ടത്. ഇനി ഈ ജാതകത്തിന്റെ പ്രത്യേകത പറയാം. മീനലഗ്നം, ലഗ്നത്തിൽ ശനിയും കേതുവും ഉണ്ട്. 2-ൽ ചന്ദ്രൻ, 7-ൽ കുജൻ സർപ്പൻ, 10-ൽ ബുധനും ശുക്രനും, 11-ൽ രവി ഗുരു, 12-ൽ ഗുളികൻ. ഇപ്പൊ ലഗ്നത്തിൽ ഒരു ശനി നിൽക്കുന്നു, കേതുവും നിൽക്കുന്നു. ലഗ്നാധിപൻ എന്നാൽ 11-ൽ ഇഷ്ടസ്ഥിതിയാണ്. അത് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ലഗ്നാധിപൻ 11-ൽ ഇഷ്ടസ്ഥിതിയാണ്. പക്ഷെ ലഗ്നാധിപൻ നീചത്തിലാണ്. എന്താണ് നീചം? വ്യാഴം 11-ൽ ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അധ്വാനത്തിൽ കൂടി ആ വ്യക്തിയുടെ കഴിവ് കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്നാൽ വ്യാഴത്തിന് മൗഢ്യവുമുണ്ട്. ആ ഒരു അവസ്ഥയും കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പം യഥാർത്ഥ മൗഢ്യം വന്നു കഴിഞ്ഞാൽ സർവ്വതും ദോഷമായി നാശമായി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. നീചത്തിലായാലും വ്യാഴത്തിന്റെ കാരകത്വത്തിനാണ് നീചത്വം വന്നിരിക്കുന്നത്. ലഗ്നാധിപനല്ല നീചനായിരിക്കുന്നത്. ലഗ്നത്തിനല്ല ദോഷം വന്നിരിക്കുന്നത്. ലഗ്നത്തിന് ഗുണം ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലഗ്നത്തിലെ 2 പാപന്മാരുടെ പീഡയിലാണ് നിൽക്കുന്നത്. ചൊവ്വയുടെ ദൃഷ്ടിയും അതേപോലെ ശനിയുടെ സ്ഥിതിയും കൊണ്ട്, യോഗവും കൊണ്ട് രോഗാവസ്ഥ ഉണ്ടാകാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ 2-ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 2-ാം ഭാവാധിപൻ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതേപോലെ ബുധൻ കേന്ദ്രബലത്തോടു കൂടി നിൽക്കുന്നു. പിന്നെ 2-ൽ ഒരു ചന്ദ്രൻ, 5-ാം ഭാവാധിപൻ കൂടിയായ ചന്ദ്രനാണ് 2-ൽ നിൽക്കുന്നത്. പ്രജ്ഞയുടെ കാരകൻ കൂടിയായ വ്യാഴം 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഉള്ള ഒരു അവസ്ഥ. ഈ 2-ലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് നമുക്ക് ആയുധങ്ങൾ കൊണ്ടുള്ള വിദ്യ നമുക്ക് ചിന്തിക്കാം. അതേപോലെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള വിദ്യ, അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള വിദ്യ. പിന്നെ എന്താണ് ആ ചൊവ്വ കണക്ട് ചെയ്യുന്ന കാരകത്വം എന്തൊക്കെയാണോ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള വിദ്യകളെല്ലാം നമുക്കിവിടെ ചിന്തിക്കാം. ഇപ്പൊ ആയുധങ്ങളുടെ കാരകത്വമുള്ള വിദ്യ ചിന്തിക്കുമ്പോൾ ചൊവ്വ 2-ാം ഭാവാധിപൻ കൂടിയായ ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ ശനി ഒരു പിന്നെയും ഒരു ഇരുമ്പിൻ്റെ ഒക്കെ കാരകത്വമുണ്ട്. അപ്പോൾ ഒരു മെക്കാനിക്കൽ ബന്ധം നമുക്കിവിടെ എഞ്ചിനീയറിംഗ് മേഖലയുടെ ബന്ധം കൊടുക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ മേഖല കൊടുക്കാം. പിന്നെ ഇലക്ട്രോണിക്സ് ആ കണക്ഷൻ നമുക്കിവിടെ കൊടുക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമായ ബുധനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ ബന്ധവും അവിടെ വരുന്നുണ്ട്. കൂടാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ബന്ധവും കൊടുക്കാം. പിന്നെ ശുക്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് 2-ാം ഭാവാധിപൻ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് കാര്യം കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ശുക്രനും കുജനും കൂടെയുള്ള ബന്ധം കൊണ്ട് കെമിസ്ട്രിയുടെ ബന്ധം കൊടുക്കാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പറയാം. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതും ഈ ജാതകത്തിൽ പറയപ്പെടുന്നു. കൂടാതെ കേസരി യോഗത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ തന്നെയാണ് ഈ വ്യാഴം വന്നിരിക്കുന്നതെങ്കിലും വ്യാഴത്തിനൊരു ബലക്കുറവ് വരുന്നതുകൊണ്ട് ഈ യോഗത്തിന്റെ ഫലങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരാൻ സാധ്യത കുറവ് എന്നും കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇനി നീചഭംഗം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഈ വ്യാഴത്തിന് നീചഭംഗം വന്നിട്ടുണ്ട്. വ്യാഴം ആശ്രയിച്ചിരിക്കുന്ന രാശിയുടെ അധിപൻ
ശനി ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീചഭംഗവും വന്നിരിക്കുന്നു. അപ്പൊ നീചഭംഗത്തിന്റെ യോഗവും വന്ന് അതേപോലെ വിദ്യയുടെ അനുഭവ ഗുണങ്ങളും കണ്ടു. ചൊവ്വയെ കൊണ്ട് 2ാം ഭാവത്തിന്റെ അനുഭവം ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ ചിന്തിക്കാം. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ ജോലി? അതാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചൊവ്വ 10ലേക്ക് ദൃഷ്ടി ചെയ്തു. 10ാം ഭാവാധിപനായ വ്യാഴം സൂര്യനോടൊപ്പം യോഗം ചെയ്തു. അതുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ജോലി, യൂണിഫോം ജോബിന്റെ ഒരു കണക്ഷൻ അവിടെ കൊടുക്കാം. എന്നാൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ ബന്ധവും കൊടുക്കാം. ഈ വ്യക്തി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ എംടെക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. കൂടാതെ ഇപ്പോൾ ആർമിയിൽ കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്നുള്ള ഒരു പോസ്റ്റിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. ആർമിയിലെ ജോലി ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ആർമിയിൽ ക്യാപ്റ്റൻ ആയിരിക്കുന്നതിൻ്റെ ഒരു കണക്ഷൻ ചൊവ്വ അവിടെ കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ നമ്മുടെ മീന ലഗ്നത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജലചര ധനഭോക്ത ധാരവാസോ അനുരുക്ത. കൂടാതെ ജലത്തിൽ നിന്ന് ജലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ പറയാം. നമ്മുടെ പണ്ഡിത രാശി എന്നുള്ള ബന്ധം. പക്ഷെ ലഗ്നത്തിലേക്ക് ആ ശനി നിൽക്കുന്നത് കൊണ്ട് ചെറിയ ആരോഗ്യ കുറവുകൾ വന്നു എന്നുള്ളത് കൂടാതെ ദേശം വിട്ടു പോയി ജോലി, അതായത് ദേശം വിട്ടല്ല, ജന്മസ്ഥലത്തുനിന്ന് വീട് വിട്ടു പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു. കർമ്മകാരകൻ കൂടിയായ ശനി ആയതുകൊണ്ട്. പിന്നെ ചൊവ്വ യൂണിഫോം കൊടുത്തു. കൂടാതെ അല്പം മൈഗ്രെയിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവവും കൊടുത്തു. പക്ഷെ ദാമ്പത്യം നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ ശുക്രനും 7ാം ഭവനത്തിനും 7ാം ഭാവാധിപനും ഒക്കെ ചൊവ്വ ശനി ബന്ധം വന്നിരിക്കുന്നു. 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. 7ാം ഭവനത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതേപോലെ 7ാം ഭവനാധിപനായ ബുധനെ ചൊവ്വ ശനി നോക്കുന്നു. വിവാഹകാരകനും ഭാര്യാകാരകനുമായ ശുക്രനെയും ചൊവ്വ ശനി നോക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത്? വളരെ പവർഫുൾ ആയിട്ടുള്ള വിവാഹഭാവം, വളരെ സേഫായിട്ടുള്ള 7ലെ പാപന്മാരുടെ സ്ഥിതിയോ വ്യാഴത്തിന് നീചാവസ്ഥയോ ഭർതൃകാരഗ്രഹത്തിന് നീചാവസ്ഥയോ ഇല്ലാത്ത ഒരു ജാതകം വേണം ഈ ആൺകുട്ടിയുടെ ജാതകത്തിന് ചേർക്കേണ്ടത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ നീചഭംഗം വന്നിരിക്കുന്നതിൻ്റെ ഒരു അനുഭവ ഗുണം എന്താണ് എന്നുള്ളത് നോക്കിയാൽ ആ ഗ്രഹത്തിന്റെ ദശാകാലത്തായിരിക്കും ആ കൂടുതൽ അനുഭവം വരുന്നതെങ്കിലും ഗോചരവശാൽ ഈ വ്യാഴം സഞ്ചരിച്ച സമയമൊക്കെ ഈ വ്യക്തിക്ക് അനുകൂലമായിരുന്നു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ജോലിയുമായിട്ട് ഉള്ള പിന്നെ ഇൻ്റർവ്യൂ, പോസ്റ്റിങ്ങിൻ്റെ ഓർഡർ, പരീക്ഷ എഴുതിയ സമയം, അങ്ങനെയൊക്കെയുള്ള കാലത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ശുക്രദശയിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ചൊവ്വയുടെ ദശയുടെ കാലത്താണ് പോസ്റ്റിംഗ് ആയത് എന്നുള്ളതും ആ ചൊവ്വ ആ 10ആയിട്ട് ബന്ധം വന്നപ്പോൾ അതിൻ്റെ അനുഭവ ഗുണം നമുക്ക് തന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം ഏതൊരു കാലഘട്ടത്തിൽ ഒരു കാര്യം നടക്കും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. 10ആയിട്ട് ഉള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണോ അതിൻ്റെ ദശാകാലം വരുമ്പോൾ, അത് ഗോചരത്തിൽ സഞ്ചരിക്കുന്ന സമയം വരുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ അനുഭവം വരുന്നത്. വ്യാഴത്തിൻ്റെ നീചാവസ്ഥയ്ക്ക് ഭംഗം വന്ന് ഒരു യോഗം കൊടുത്തു, ഒരു വലിയ പൊസിഷനുള്ളൊരു പോസ്റ്റ് കൊടുത്തു. വ്യാഴം ഉയർന്ന പൊസിഷൻ്റെ കാരകത്വമുള്ള ആളാണ്. ആർമിയിലെ ക്യാപ്റ്റൻ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ, ഒരു പോസ്റ്റ്, പഞ്ചുള്ള ഒരു പോസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം, അഭിമാനിക്കാവുന്ന ഒരു പോസ്റ്റ്. ആ ഒരു പോസ്റ്റ് കൊടുക്കാൻ ആ വ്യാഴം ഉയർന്ന പൊസിഷൻ സൂര്യൻ്റെ കൂടെ നിന്നുകൊണ്ട് കാട്ടിത്തന്നു. അതേപോലെ തന്നെ നീചഭംഗത്തിൻ്റെ അനുഭവ ഗുണവും ഏകദേശം ഒരു കേസരി യോഗത്തിൻ്റെ ദോഷങ്ങളെ ഹനിക്കുന്ന ഒരു യോഗം അതും കൂടി ചേർന്ന് ഇവിടെ അനുഭവത്തിൽ വന്നു. അപ്പം ദോഷങ്ങളെ ഹനിക്കുന്ന ഒരു യോഗവും കൂടി ആകുമ്പോൾ ആ നീചത്തിൻ്റെ ദോഷത്തിന് ഒരു കുറവ് കൊടുത്തു എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ പറയാം. ഇപ്പം കുജദശ നടക്കുന്നു. വിവാഹ കാര്യം ചിന്തിക്കുമ്പോഴും 7ൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ വിവാഹം നടക്കാം. അതുകൊണ്ട് ഈ ചൊവ്വ ദശ തീരുന്നതിന് മുമ്പ് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ നമ്മൾ
ചൊവ്വടദശ യോഗം കൊടുക്കുമെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് വിവാഹ കാര്യം എന്ന് കൂടി നമുക്ക് ഈ ഗ്രഹനില അനുസരിച്ചിട്ട് ഒരു ആർമി ക്യാപ്റ്റന്റെ ഗ്രഹനില നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടിയതും ആ നീചഭംഗത്തിൻ്റെയും നീചഭംഗത്തിനോടൊപ്പം തന്നെ കേസരി യോഗത്തിൻ്റെയും ഒരു എഫക്റ്റ് എവിടെ എങ്ങനെ അനുഭവത്തിൽ വന്നു എന്നുള്ളതും കൂടി കാട്ടിത്തന്നുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്.